ടീച്ചർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും, തീർച്ചയായും ശ്രദ്ധയിൽപ്പെട്ട് കാണും. 2 മാസം മാത്രം പ്രായമായ കുഞ്ഞാണ് ചേലാകർമ്മത്തിന് വിധേയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നേരത്തെയും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രം. 69 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് ബ്ലീഡിങ്ങിനെ തുടർന്ന് മരിച്ചിരുന്നു. ഇതൊക്കെ എത്രത്തോളം ചർച്ചയാകുന്നുണ്ട് എന്നത് നാം കൂടുതൽ ചർച്ചയ്ക്ക് ആധാരമാക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ടീച്ചർ? ഇപ്പോ ഇതുവരെ പറഞ്ഞ റിപ്പോർട്ടുകൾ അവിടെ തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം മതം ഭ്രാന്തായി പലപ്പോഴും പലർക്കും മാറിയേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ പൊതുസമൂഹമാണ് അത് ഇടപെട്ട് തിരുത്താറുള്ളത്. ഇവിടെ 2 മാസം പ്രായമായ കുട്ടിയെ, ഇപ്പൊ ഞാൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് താമസിക്കുന്നത്. എന്റെ അറിവിൽ 2 മാസം പ്രായമായ കുട്ടികൾക്കും ഇവിടെ ഞാൻ അത് തിരിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ചിലരുടെ അടുത്ത് അത് മതം ഭ്രാന്തായിട്ട് മാറുക. അങ്ങനെ മതം ഭ്രാന്തായി മാറുന്ന അവസ്ഥയിൽ പൊതുസമൂഹം ഇടപെട്ട് തിരുത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഇത് തുടരുമായിരുന്നില്ല. പക്ഷെ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ പലതും പറയാൻ മടിയോ പേടിയോ ആണ് സമൂഹത്തിന്. ഇപ്പൊ ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമുക്കറിയാം, മറ്റേ ചെട്ടിക്കുളങ്ങര ആചാരവും ഒക്കെയായി ബന്ധപ്പെട്ട് ചെറിയ ചൂരൽക്കുത്ത് നടത്തുന്നതിനെതിരെ പോലും കേസ് കൊടുക്കാനും ബഹളം വെക്കാനും നോട്ടീസ് കൊടുക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. അത് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട് ടീച്ചർ. കേൾക്കുന്നുണ്ടല്ല. അപ്പോ അത്തരം കാര്യങ്ങളിൽ പോലും, അതേപോലെ തന്നെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ഒരു ആലില കൃഷ്ണന്റെ വേഷത്തിൽ കുട്ടിയെ നിർത്തി കുട്ടിയെ ആസ്വദിച്ച് ചെയ്ത കാര്യമാണ്. അതിനെതിരെ പോലും ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ കേസ് കൊടുക്കുകയും അത് വലിയ ബഹളമാക്കി മാറ്റുകയൊക്കെ ചെയ്യും. ഇപ്പോ മഹാരാഷ്ട്രയിലും കണ്ട് ബീഫ് നിരോധിച്ചു എന്നതിന്റെ പേരിൽ കേരളത്തിലെ തെരുവോരത്ത് മുഴുവനെ ബീഫ് വെച്ച് കഴിച്ച് അർമാദിച്ച് നടന്നു. റോട്ടിലിട്ട് മറ്റേ ജീവനുള്ള കാളക്കുട്ടിയെ അറച്ചു. ഇതൊക്കെ പ്രതിഷേധമായിരുന്നു. 23 സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം സ്വാഭാവികമായി ഉള്ളത്. അപ്പൊ ആരോടുമുള്ള വാശി തീർക്കാനെന്ന മട്ടില് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഇവരെല്ലാം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അർമാദിച്ച് ആ എതിർപ്പുകൾ കാണുമ്പോൾ ഒരുതരം ഭ്രാന്തമായ എതിർപ്പായിരുന്നു അതിനൊക്കെ. അതേസമയം ഇത് ന്യായമായ കാര്യങ്ങളാണ്. കാരണം പിഞ്ചു കുട്ടികളുടെ അവകാശങ്ങളെയാണ് ഇത് നിശ്ചയപ്പെടുന്നത്. ഇത് ആചാരം വേണോ വേണ്ടയോ അത് അവർ തീരുമാനിച്ചത്. കാരണം അവരുടെ കുട്ടികളാണ്. അത്തരം കാര്യങ്ങളിൽ എനിക്ക് തലയിടാൻ അറിയില്ല. പക്ഷെ വലിയ തോതിൽ പ്രചരിപ്പിച്ചു ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഗുണമുണ്ട്. അവനവൻ ചെയ്തതിന് അപ്പുറത്തേക്ക് ഇപ്പൊ പ്രചരിപ്പിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ശുദ്ധി, അപ്പൊ അല്ലെങ്കിൽ അവർ മാത്രമാണ് ശുദ്ധിയായി ജീവിക്കുന്നത്, ബാക്കിയുടെ ഉള്ള പുരുഷന്മാരൊക്കെ അശുദ്ധിയായോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ ജീവിക്കുന്നവരാണെന്നോ, അല്ലെങ്കിൽ അവര് വളരെ അത്തരത്തിലുള്ള ചില പ്രചരണമൊക്കെ നടത്തുമ്പോൾ അവിടെയാണ് അറപ്പ് തോന്നുന്നത്. ആ പ്രചരണം കേൾക്കുമ്പോഴാണ് അറപ്പ് തോന്നുന്നത്. അവനവന്റെ ആചാരവുമായി അവനവൻ മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് അതെന്തോ ദിവ്യമാണ്, കേമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള ശാസ്ത്രീയതയും അതിന്റെ ഡോക്ടറെ കൊണ്ട് പറഞ്ഞു, ഇനി നാസേന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞോ നമുക്കറിയില്ല, അത്തരമുള്ള ചില വാദങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോഴും ഇവിടെ പുരോഗമനം പറയുന്ന, നവോത്ഥാനം പറയുന്ന സംഘടനകളും രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷെ അവര് ഭയക്കുന്നു. ഈ പറഞ്ഞത് ഹിന്ദു സമൂഹത്തിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കൊടിയും വടിയെടുത്ത് ഇവർ നടക്കുമായിരുന്നു. നമുക്കറിയാം തൃശ്ശൂർ ജില്ലയില് ഒരു ഗുരുവന്ദനം നടത്തിയതിന് ഒരു വിദ്യാലയത്തില് കുട്ടികൾ അവരവരുടെ ക്ലാസ് ടീച്ചറുടെ കാല് തൊട്ടൊന്ന് വന്ദിച്ചു മറ്റേ ഗുരുപൂർണിമ ദിവസം കാല് തൊട്ടൊന്ന് വന്ദിച്ചു എന്നതിന്റെ പേരില് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, DYFI ഈ 3 സംഘടനകളും കൊടിയെടുത്ത് അങ്ങോട്ട് പോയി കേസ് കൊടുത്തു. ഇതൊക്കെ നടന്നു. ഇത് നടന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ 2 സംഭവങ്ങളുണ്ട്. അതൊരു 3-4 ദിവസം നമ്മൾ ഇതേമാതിരി പേടിയില്ലാത്തവർ ചർച്ച ചെയ്യുന്നു, ബാക്കിയുള്ളവർ അതിൽ വന്നുകൂടുന്നില്ല. അതിന്റെ ബാക്കിയാണ് ഇത് നടന്നത്. അപ്പോ ഈ സമൂഹമാണ് ഇതിൽ ഈ മതഭ്രാന്ത് സൃഷ്ടിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മതത്തെ വളരെ എന്താണ് പറയണ്ടേ, പുരോഗമനപരമായ വിധത്തിൽ മാറ്റാൻ അവരിൽ തന്നെ കഴിവുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് വോയിസ് ഇല്ല, അവരോടൊപ്പം നിൽക്കാൻ ആളുകളില്ല. ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ചെയ്യുന്നവരെ തിരുത്താനും ആളില്ല. അതുകൊണ്ട് പാവം കുട്ടികൾ എന്നേ നമുക്ക് പറയാനുള്ളൂ. 2 മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയൊക്കെ ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അവർ ബാലൻസ് ചെയ്യാൻ പറയുന്ന കാതുകുത്തുന്നില്ലേ? കാതുകുത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരുപോലെ. കാതുകുത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ കുത്തിക്കാനോ ഒന്നുമില്ല. ഇനിയിപ്പോ ഒരു കുട്ടി കുത്തിയില്ല എന്ന് പറഞ്ഞു ഇത് ഹിന്ദു സമൂഹം ഒരാളും ഒരു അമ്പലത്തിൽ കയറ്റാതിരിക്കുക അല്ലെങ്കിൽ ആ കുടുംബത്തെ ഊരി വലിക്കുക ഒന്നും ചെയ്യില്ല. കാതുകുത്താത്ത എത്രയോ കുട്ടികൾ നടക്കുന്നുണ്ട്. അപ്പൊ ആൺകുട്ടികളൊന്നും ഇപ്പൊ കുത്തുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എല്ലാ ആൺകുട്ടികളും കാതുകുത്തിയിരുന്നു. ഇപ്പൊ കാത് കുത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ കുത്തിയാൽ കൊള്ളാം, കുത്തിയില്ലെങ്കിൽ കൊള്ളില്ല എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഹൈന്ദവ സമൂഹത്തിൽ ഇല്ല. എന്നതിന് സമീകരിക്കാൻ വേണ്ടിയിട്ട് കാത് കുത്തുന്നില്ലേ, അത് ബാലാവകാശ ലംഘനമല്ലേ? ഇത്തരമുള്ള ചില ഒടക്കുകൾ വെച്ചുകൊണ്ട് ഇതിനൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെ കുറ്റപ്പെടുത്താൻ അവരുടെ പുരോഹിതർ മുന്നോട്ട് വരുന്നില്ല, പൊതുസമൂഹവും മുന്നോട്ട് വരുന്നില്ല. അത് വരാത്തിടത്തോളം കാലം ഇത് ഇനിയും പലയിടത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമാണ് പറയാം.
ടീച്ചർ, അതുപോലെ തന്നെ ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും നായികമാരും ഒന്നും വായ തുറക്കുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അത് നമ്മൾ സാധാരണ ഇതിൽ ഒരാളെ ഒന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണെന്ന് പറയും. അത് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് എന്നാണ് പറയുക. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള പ്രേരണ രണ്ടാണ്. ഒന്ന് നമുക്ക് റിവാർഡ്സ് കിട്ടുമെന്നുള്ളത്, മറ്റൊന്ന് പണിഷ്മെന്റിനുള്ള ഭയം. ഇത് രണ്ടും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കുണ്ട്. ഹിന്ദു സമൂഹത്തിന്റെ മേലാണ് അവർ പാഞ്ഞു കയറിയതെങ്കിൽ അവർക്ക് റിവാർഡ്സ് കൊണ്ട് അവരെ പിന്നെ അവർക്ക് മതിയാവോളം അവർക്ക് കിട്ടും. അവാർഡുകളും റിവാർഡുകളും അവരെ അകത്ത് വന്ന് നിറയും, ബാങ്ക് ബാലൻസും കൂടും. അതേസമയം ഇസ്ലാമിക സമൂഹത്തെയാണെങ്കിൽ പണിഷ്മെന്റ് മാത്രമാണ് കിട്ടാനുള്ളത്. അപ്പൊ ആ പണിഷ്മെന്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കാര്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ്, ഒരു ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് പണിഷ്മെന്റുകൾ ചെയ്യുക. അപ്പൊ ഇസ്ലാമിക സമൂഹത്തെ പറ്റി പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് പണിഷ്മെന്റുകൾ മാത്രമാണ്. ഒരു വാക്കിന് ഒരു അധ്യാപകന്റെ ഒരു കൈയും ഒരു കാലും ഛേദിക്കപ്പെട്ട അവസ്ഥയാണല്ലോ കേരളത്തിലുള്ളത്. ഇത് ഭയന്നുകൊണ്ട് എഴുത്തോ എന്റെ കഴുത്തോ എന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ വേണ്ടത് കഴുത്തു മാത്രമാണ്. അതുകൊണ്ട് പണിഷ്മെന്റിനെ ഭയന്ന് ഇവരാരും ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതിക്കെതിരെയും അവരാരും ചോദ്യം ചെയ്യില്ല. പക്ഷെ ഹൈന്ദവ സമൂഹത്തിൽ ഇല്ലാത്ത അനീതികൾ കണ്ടെത്തിക്കൊണ്ട്, കാരണം ഹൈന്ദവ സമൂഹത്തിൽ ഒന്നിനും നിർബന്ധമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒരാളും അതിനെപ്പറ്റി കുറ്റപ്പെടുത്താൻ പോകുന്നില്ല.